സീക്കോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡ് മാനേജർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ജൂലൈ 17 വൈകിട്ട് 5 മണിക്ക് മുന്നേ ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാനേജർ, സംവരണം ആൻഡ് മാർക്കറ്റിംഗ്. നിയമന രീതി കരാർ അടിസ്ഥാനത്തിലാണ്. ഒരു ഒഴിവാണുള്ളത്. 11 മാസത്തെ കരാർ കാലാവധിയായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് പ്രകടനത്തെ അടിസ്ഥാനമാക്കി പുതുക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത MBA മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MBA കാർഷിക ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം, പ്രശസ്തവും അംഗീകൃതവുമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, നല്ല അറിവോടെ സംവരണത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ പോസ്റ്റ് യോഗ്യതാ പരിചയവും മാർക്കറ്റിംഗിൽ പരിചയവും ആവശ്യമാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിൽ പരിചയമുള്ളവർക്കും ടെൻഡറിൽ നേരിട്ട് പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ട്. IT-യിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. MS ഓഫീസ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, AI ടൂൾസ് എന്നിവ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ മികച്ച ആശയവിനിമയം, വൈദഗ്ധ്യം എന്നിവ ഈ തസ്തികൾക്ക് നിർബന്ധമാണ്. പ്രായപരിധി പറയുന്നത് 1/7/2026 വരെ 40 വയസ്സിന് താഴെ ആയിരിക്കണം. ശമ്പളം വരുന്നത് പ്രതിമാസം 45,000 രൂപയാണ്. ഇനി നമുക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമനം വരുന്നത്. ആകെ ഒരു ഒഴിവാണുള്ളത്. കരാർ കാലാവധി 11 മാസമാണ്. പ്രകടനത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഇവിടെയും പുതുക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്രശസ്തവും അംഗീകൃതമായിട്ടുള്ള ഒരു സർവകലാശാലയിൽ നിന്നുള്ള BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ BBM ബിരുദവും നല്ല IT പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. പൊതുഭരണം അല്ലെങ്കിൽ സർക്കാർ സിസ്റ്റം, IT ഡൊമൈനുകൾ, MS ഓഫീസ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, AI ടൂൾസ് എന്നിവയിൽ 3 മുതൽ 4 വർഷം വരെയുള്ള പരിചയം ആവശ്യമാണ്. 30 വയസ്സിന് താഴെയാണ് പ്രായപരിധി വരുന്നത്. 25,000 രൂപയാണ് സാലറി. മറ്റ് അലവൻസുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് അപേക്ഷാ രീതിയും സമയപരിധിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ട അപേക്ഷാ ഫോം പൂരിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ മോഡ് വഴി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് 2026 ജൂലൈ 17 വൈകിട്ട് 5 മണി വരെയാണ്. ഓൺലൈൻ പോർട്ടൽ വഴി അല്ലാതെ ഓൺലൈനായോ ഓഫ്ലൈനായോ സമർപ്പിക്കുന്ന അപേക്ഷ KCB അല്ലെങ്കിൽ CMDയുടെ ഓഫീസിൽ സ്വീകരിക്കുന്നതായിരിക്കില്ല. പരസ്യപ്പെടുത്തിയ പോസ്റ്റ് ഒരു കാരണവും കാണിക്കാതെ പൂരിപ്പിക്കാനോ പൂരിപ്പിക്കാതിരിക്കാനോ KCB അല്ലെങ്കിൽ CMDയിൽ അവകാശമുണ്ട്. ഇനി എങ്ങനെയാണ് ഇവരുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദ്യോഗാർത്ഥി നൽകുന്ന വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടാതെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കും. തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. അപേക്ഷകർ അവരുടെ പുതുക്കിയ CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ്, യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫും ഒപ്പും JPEG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫിന്റെ വലിപ്പം 200 KB-യിൽ കുറവായിരിക്കണം. ഒപ്പിന്റെ വലിപ്പവും 50 KB-യിൽ കുറവായിരിക്കണം. CVയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും JPEG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ ആയിരിക്കണം. കൂടാതെ ഓരോ അറ്റാച്ച്മെന്റും 3 MB-യിൽ കൂടരുത്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിഞ്ഞതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.